നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ട് നാടൻ രീതിയിൽ ഉണ്ടാക്കിയ മട്ടനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡ്രൈ മട്ടൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൻ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അധികം വലിയ അല്ലാതെയാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ലപോലെ പിടിക്കും. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ്. ഇത് ഒരു 6 മുതൽ 7 വിസിൽ വരെ വേണം. നല്ലപോലെ തന്നെ വെന്തോട്ടെ. വേണ്ട സവാളയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണയിലാണ് നമ്മൾ സവാള റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള വാടി വരാനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏതാണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്, വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ വാടി വന്നിട്ട് ഈ മസാലകൾ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുകയാണ്. 2 തക്കാളിയാണ് എടുത്തത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി നല്ലപോലെ ഇത് വാട്ടിയെടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത മട്ടൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചതാണ്, അതുകൂടെ ഇടാം. കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ. ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയാണ്. പൊറോട്ടയോ അതുപോലെ തന്നെ ചപ്പാത്തിയോ ഒക്കെ ആണെങ്കിൽ കൂടെ കഴിക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.